മുന്നിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നടന്നതുകൊണ്ടാകും ഇരുവശങ്ങളിലെ കാര്യമായ മാറ്റങ്ങളിലൊന്നും അയാളുടെ കണ്ണുകൾ ഉടക്കിയില്ല. ഒരുപക്ഷേ കണ്ണിൽ മറഞ്ഞിരിക്കുന്ന ദേഷ്യത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ കറുപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ടാകാം അയാളുടെ ദൃഷ്ടിയിൽ ഒന്നും പെടാതെയിരുന്നത്. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ തുറന്ന വാതിലിൽ കണ്ട രൂപം നിറക്കൂട്ടുകളാൽ സമ്പുഷ്ടമായതുകൊണ്ടും അയാളുടെ മനസ്സിന്റെ അളവുകോലിൽ കൃത്യമായി പാകപ്പെടുന്നതുകൊണ്ടും ആകാം ഉള്ളിൽ എവിടെയോ അയാൾ അറിയാതെ മാറി നിന്ന കുറ്റബോധം ആ നിമിഷം കൊണ്ട് അകന്നു പോയത്. എന്താ തേജസ് ഇങ്ങനെ? ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നറിയാമോ? തേജസ് ഇന്ന് ഒരുപാട് താമസിച്ചു. കൊഞ്ചി ചേർന്നൊരുവൾ അയാളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ ചെഞ്ചുവപ്പിൽ പൊതിഞ്ഞ ചുണ്ടുകളാൽ പ്രണയം തുളുമ്പി ആ മുഖത്തേക്ക് നോക്കി മുത്തുപൊഴിച്ചു. ഇപ്പോൾ പഴയ പോലെ അല്ല സെലിൻ. കമ്പനിയിൽ നല്ല തിരക്കുണ്ട്. കയ്യിലിരുന്ന ബ്ലേസർ സെറ്റിയിലേക്ക് ഇട്ടുകൊണ്ട് അവളെയും ചേർത്തു പിടിച്ച അയാൾ അകത്തേക്ക് നടന്നു. ആകെ മൊത്തം ക്ഷീണിച്ചാണ് വരവ്. പക്ഷെ അതിവളോട് കാണിക്കാൻ വയ്യ. അവൻ അവൾക്കൊപ്പം ഹാളിലേക്ക് ചെന്നു. തേജസിന്റെ മുഖത്ത് നല്ല ക്ഷീണം. ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്ക്. അപ്പോഴേക്കും കുടിക്കാൻ ഞാൻ ചായ എടുക്കാം. പറയുന്നതിനൊപ്പം തന്നെ അവൾ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. വേണ്ട, നീ ഇടണ്ട. നീ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരുന്നാൽ മതി. ഇങ്ങനെ പെട്ടെന്നൊക്കെ ചാടി എഴുന്നേറ്റാൽ അതിന്റെ കേട് കുഞ്ഞിനാണ് സെലിൻ. എത്ര തവണ പറഞ്ഞു തരണം? അതുവരെ ശാന്തനായി നിന്ന മനുഷ്യൻ ഒറ്റ നിമിഷം കൊണ്ടാണ് മാറിയത്. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. അവൻ അവളെ കണ്ണുപൊട്ടും പോലെ ഉറക്കെ ശാസിച്ചു. പെട്ടെന്നുള്ള അവന്റെ മാറ്റത്തിലും ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന അവന്റെ മുഖത്തും കണ്ണു വായിച്ചിരുന്നവളുടെ മുഖം നിമിഷം കൊണ്ടാണ് മാറിയത്. ഓ, അപ്പൊ കുഞ്ഞിന് കേടായതുകൊണ്ടാ, അല്ലാതെ ഭാര്യയ്ക്ക് ജോലിഭാരം കുറഞ്ഞോട്ടെ എന്ന് കരുതിയൊന്നുമല്ല. അവൾ കെറുവിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. അത് കണ്ടതും അവൻ നെറുകയിൽ വിരൽ കൊണ്ടൊന്ന് വരഞ്ഞു. ഉയർന്നു പൊങ്ങുന്ന ദേഷ്യത്തെ അടക്കാമെന്ന പോലെ നീട്ടി നീട്ടി ശ്വാസം വലിച്ചു വിട്ടു. അല്പം ഒന്ന് ശാന്തനായിന്ന് സ്വയം തോന്നിയതും അവൻ വന്ന് സെലിനരികിലേക്കിരുന്നു. സെലിൻ, വേണ്ട, തേജസ് എന്നോട് മിണ്ടണ്ട. പിണങ്ങിയ പോലെ അവള് തിരിഞ്ഞിരുന്നു. അത് കണ്ടതും അവനും വിഷമമായി. എന്റെ സെലിൻ, ഇനി അതിനായി നീ ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലടോ. സത്യം, താനിങ്ങനെ കാടുകയറി ചിന്തിക്കല്ലേ. ഇപ്പൊ നീ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കേണ്ട സമയമല്ലേ. ഇതിപ്പോ നിന്റെ മനസ്സിന് സങ്കടമാകുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മുടെ കുഞ്ഞിനെ ഹേമതണ്ണമാ. അവൻ അവളുടെ വയറ്റിലേക്ക് കൈ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോഴും കുഞ്ഞ്. അല്ല, ഞാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കാ തേജസ്. തനിക്ക് ഈ കുഞ്ഞിനെ അല്ലാതെ എന്നെ കാണാൻ കഴിയുന്നില്ലേ? മനസ്സിലായില്ല. അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ അവന്റെ കണ്ണായി. അല്ല, തേജസ് എന്തു പറഞ്ഞു തുടങ്ങിയാലും നിർത്തിയാലും എല്ലാം കുഞ്ഞു മാത്രമേ അതിൽ വരുന്നുള്ളൂ. എപ്പോ നോക്കിയാലും ഒരു കുഞ്ഞ്. ഞാനപ്പോ ആരുമല്ലേ തേജസിന്റെ? അവളുടെ ദേഷ്യം അണപൊട്ടി പുറത്തേക്ക് വന്നതും അവൻ ചാടി എഴുന്നേറ്റു. നിന്നോടല്ലടി ഞാൻ പറഞ്ഞേ ഇങ്ങനെ ചാടി എഴുന്നേൽക്കരുതെന്ന്. അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചവൻ ഒരു നിമിഷം നിന്നു. ഉള്ളിലെ ദേഷ്യം അവളെ കൊന്നേക്കും എന്ന പേടിയിൽ അവൾ കണ്ണുരുട്ടി. രക്ഷപ്പെടാൻ എന്ന പോലെ അവൾ പെട്ടെന്ന് വയറിൽ കൈവച്ചു പിടിച്ചു. അത് കണ്ടതും തേജസ് എന്തുകൊണ്ടാണോ എന്തോ അവളെ കൊത്തിപ്പിടിച്ചത്. ആ കൈകളിൽ താങ്ങി തന്നെ അവളെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. മോളെ, അത് ഞാൻ പെട്ടെന്ന്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോക്ടറിനെ വിളിക്കണോ? കുറച്ചു മുന്നേ എന്ത് ഭ്രാന്തിലാണോ അവളെ വേദനിപ്പിക്കാൻ നോക്കിയത്, ഇവിടെ ഇപ്പോൾ പേടിയും പരിഭ്രമവും കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തേജസ്, എനിക്കൊന്നുമില്ല, ഐ ആം ഓക്കെ. താനിങ്ങനെ പേടിക്കണ്ട. അവന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചു കൊടുത്തുകൊണ്ട് സെലിൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സത്യം? സത്യം. എങ്കിൽ നീ നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ദാഹിക്കുന്നുണ്ടാവുമല്ലേ? ഞാൻ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തുകൊണ്ടുവരാം. പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടിയവൻ തിരിച്ചു വന്നത് കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ടാണ്. അകത്ത് കയറി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ നിന്നു. ഈ അവസ്ഥയുടെയോ അതേ കുറച്ചു മുന്നേ താൻ ദേഷ്യപ്പെട്ടതിന്റെയോ അവളുടെ മുഖമാകെ വിളറി വെളുത്ത പോലെ തോന്നി അവന്. ആ വാടിയ മുഖവുമായി കയ്യിലെ ഫോണിൽ നോക്കിയിരിക്കുന്നവളുടെ അടുത്തെത്തി അവൻ മുഖം പിടിച്ചുയർത്തി. നോക്കുമ്പോൾ കാണുന്നത് കണ്ണ് നിറഞ്ഞൊഴുകുന്നതാണ്. അവന് വല്ലാത്ത വെപ്രാളമായി. സെലിൻ, എന്തടി? എന്താ പ്രശ്നം? വെപ്രാളത്തോടെ ചോദിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി അവൾ കയ്യിലിരുന്ന ഫോൺ മറച്ചു പിടിച്ചു. സംശയത്തോടെ അവൻ അവളെയും ഫോണിലേക്ക് മാറി മാറി നോക്കി. ആരാ നിന്നെ ഇപ്പൊ വിളിച്ചേ?
അത് അത് പിന്നെ ഒന്നുമില്ല. ഞാൻ ഞാൻ വെറുതെ എന്തോ ആലോചിച്ചിരുന്നതാ. സത്യം പറ സെലിൻ, എന്താ പ്രശ്നം? അവൾ മറുപടി പറയുന്നില്ലെന്ന് കണ്ടവൻ ആ ഫോൺ പിടിച്ചു വാങ്ങി. അവൾക്ക് അവസാനം വന്ന നമ്പറിൽ ഡയൽ ചെയ്തു. മറുവശത്ത് കേട്ട പുരുഷ ശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ട് തേജസ് അയാളോട് സംസാരിച്ചു. ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ താനിങ്ങനെ സങ്കടപ്പെട്ടത്? തിരിച്ചു ഫോൺ അവൾക്ക് നൽകിക്കൊണ്ട് അവൻ ചോദിച്ചു. ചെറിയ കാര്യമോ? 5 ലക്ഷമാണോ തേജസ്സിന് അത്രയ്ക്ക് ചെറിയ കാര്യം? അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ സ്വരം ഉയർന്നു. സെലിൻ പതുക്കെ, നിന്റെ BP ചേഞ്ച് ചെയ്താൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മുടെ കുഞ്ഞിനാ. കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം എനിക്ക് കിട്ടുന്ന നിധിയാണിത്. പ്ലീസ് സെലിൻ, നീ സമാധാനത്തോടെ ഇരിക്ക്. ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം എല്ലാം. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ശരീരം പൊതിച്ചു പിടിച്ചുകൊണ്ട് അവൻ അവളെ സമാധാനിപ്പിച്ചു. ഇതിപ്പോ എത്രാമത്തെ തവണയാണ് തേജസ്? ഇതിനു മുന്നത്തെ തവണയും നമ്മൾ തന്നെയല്ലേ അവനെ ഹെൽപ്പ് ചെയ്തത്? ഇതിപ്പോ ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുക. അവന്റെ വിചാരം എന്താ? അവൻ ചോദിക്കുമ്പോൾ 10-20 ലക്ഷം എടുത്തു തരാൻ തേജസ് മരത്തിൽ നിന്നും വല്ലതുമാണോ കാശുടുത്തിയിടുന്നത്? അപ്പോഴേക്കും അവൾക്ക് ശ്വാസം വിലങ്ങാൻ തുടങ്ങിയിരുന്നു. ഒക്കെ ശരിയാണ്, പക്ഷെ അതൊന്നും അവന്റെ തെറ്റല്ലല്ലോ. കഴിഞ്ഞ 2 തവണയും ഏജന്റ് പറ്റിച്ചതല്ലേ അവനെ. ഈ തവണ ഒക്കെ ഞാൻ നേരിട്ട് നോക്കിയേ കൈ കൊടുക്കൂ. അതുപോരെ? അവളെ നെഞ്ചോട് അടക്കിപ്പിടിച്ച് തോളിൽ തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ പയ്യെ പറഞ്ഞതും അവൾ കണ്ണുനീരോടെ അവനെ നോക്കി. ഞാൻ നിങ്ങളെ കിട്ടിയതിൽ ഭാഗ്യവതിയാണ് തേജസ്. അതുപോലെ നമ്മുടെ മകനും ഭാഗ്യവാനാണ്. കണ്ടില്ലേ, നമ്മുടെ മോൻ ഭൂമിയിലേക്ക് വരവറിയിച്ചപ്പോൾ തന്നെ അവന്റെ അമ്മാവൻ അമേരിക്കക്കാരനായത്. സത്യം, എന്റെ മകൻ ഭാഗ്യവാനാണ്. പറഞ്ഞുകൊണ്ട് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം തേജസ് മെല്ലെ എഴുന്നേറ്റ് അവളുമായി ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരുന്നു. കുക്ക് ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ ഓരോന്നും അവനാണ് അവളുടെ പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുത്തത്. പച്ചക്കറിയും തോരനും അധികം എണ്ണ ഉപയോഗിക്കാത്ത ഫിഷും ഒക്കെ മുന്നിൽ നിന്നതും അവളുടെ മുഖം മാറി. ഒന്നിനും അധികം എരിവും പുളിയുമൊന്നുമില്ല. അവളുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം നോക്കി ഡോക്ടർ പറഞ്ഞ ഫുഡാണ് ആ വീട്ടിലിപ്പോൾ ഉണ്ടാക്കുന്നത്. അവളുടെ ഭാഷയിൽ ഇതൊക്കെ നിവൃത്തിയില്ലാത്ത ആൾക്കാർ കഴിക്കുന്ന ആഹാരമാണ്. അവൾക്കെന്നും നല്ല എരിവും പുളിയുമുള്ള മീൻകറിയും പൊരിച്ച മീനും ചിക്കനും ഒക്കെ തന്നെയാണ് താല്പര്യം. പക്ഷെ ആഹാരം ഉണ്ടാക്കുന്ന സ്ത്രീയെ നേരിട്ട് തേജസ് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലുമൊക്കെ കരിച്ചും പൊരിച്ചും തരാൻ പറഞ്ഞാൽ പോലും അവരുടെ ഒരു നോട്ടമുണ്ട്. ഏതാണ്ട് അവര് മുതലാളിയും ഞാൻ അവരുടെ അടുക്കളപ്പണിക്കാരിയും ആയ രീതിയിൽ. അത് കാണുമ്പോൾ ആ മുഖം പിടിച്ച് ഏതെങ്കിലും ഭിത്തിയിൽ ഉരയ്ക്കാൻ തോന്നും. പക്ഷേ താൻ ആഹാരം എടുത്തു വെച്ചിട്ടും കഴിക്കാതെ എന്തോ ആലോചിച്ചിരിക്കുന്നവളെ നോക്കി തേജസ് അവൾക്ക് നേരെ ഒരു ഉരുള നീട്ടി. കഴിക്ക് സെലിൻ. എനിക്കിതൊന്നും ഇഷ്ടമല്ല തേജസ്. അറിയാം, ബർഗറും ചിക്കനും പൊരിച്ചതുമൊക്കെ കഴിച്ചു നടന്നവളാണ് നീയെന്ന്. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ഹെൽത്തിന് അതൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ ഒരു ഡയറ്റ് എഴുതി തന്നത് തന്നെ. അതുകൊണ്ട് സെലിൻ കൂടുതൽ വാശി പിടിക്കാതെ വായ തുറക്കാൻ നോക്കൂ. ആദ്യം സമാധാനത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമുള്ള അവന്റെ വാക്കുകളുടെ ഗംഭീരത്തിൽ അവൾ ഭയന്നു. കാര്യം തേജസ്സിന് തന്നോട് ഭയങ്കര സ്നേഹമാണ്. പ്രത്യേകിച്ചും തന്റെ വയറ്റില് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തിൽ ഇരിക്കുമെന്നും അറിയാം. പക്ഷെ അവന്റെ ദേഷ്യം, അതിപ്പോ എങ്ങനെ പുറപ്പെട്ടു വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും കുഞ്ഞിന്റെ കാര്യം വരുമ്പോൾ. ആ ഒരു ഓർമ്മയിൽ എത്ര ഇഷ്ടമായില്ലെങ്കിലും തേജസ് കൊടുത്ത ആഹാരം അവൾ വേണം വേണ്ട എന്ന രീതിയിൽ കഴിച്ചു തീർത്തു. ഒക്കെ കഴിച്ചെഴുന്നേറ്റ് കണ്ടതും തേജസും ആഹാരം കഴിച്ചുകൊണ്ട് പോകാനായി എഴുന്നേറ്റു. ഇന്നും പോകണോ തേജസ്? എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. പോകാനായി ഇറങ്ങിയവനെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് സെലിൻ കരയാൻ തുടങ്ങി. ഇത് എന്നുമുള്ള കാഴ്ചയാണ്. ഇപ്പൊ പോണം സെലിൻ. കുറച്ചു നാളും കൂടി മാത്രമേ ഈ ഒരു അകൽച്ചയുണ്ടാവൂ. അമ്മയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു സമയം. അത് കഴിഞ്ഞാൽ പിന്നെ നീ എന്നും എന്റെ കൂടെ തന്നെയായിരിക്കും. അവളുടെ നെറുകയിൽ മുത്തി അവൻ ഇറങ്ങി. പേടിക്കണ്ട, നിന്റെ ആങ്ങള ഈ വളവ് വരെ എത്തിയിട്ടുണ്ട്. എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. മിക്കവാറും ഞാൻ കാർ എടുക്കുമ്പോഴേക്കും അവൻ അകത്തേക്ക് കയറിയിരിക്കും. അവളുടെ കവിളിൽ ഒന്ന് തട്ടി നെറുകയിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൻ കാറിന്റെ വശത്തേക്ക് വന്നതും സെലിന്റെ സഹോദരൻ വണ്ടി മുറ്റത്തേക്ക് കയറ്റിയിരുന്നു. അളിയൻ ഇറങ്ങാറായോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ വീട്ടിൽ കയറണമെന്ന്. ഇവിടെ സെലിൻ തനിച്ചല്ലേ? ഗൗരവത്തിലുള്ള അവന്റെ ചോദ്യം കേട്ടതും മുന്നിൽ നിന്നവൻ തല കുനിച്ചു. നോക്ക് അലക്സ്,
പ്രഗ്നന്റ് ആയ ഒരു ലേഡിക്ക് എപ്പോഴാണ് അത്യാവശ്യം വരിക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നിന്നെ ഞാൻ ഓർപ്പിക്കില്ല. പക്ഷെ ഞാൻ ഇവിടേക്ക് മാറും വരെ നീ ഇവിടെ ഉണ്ടാവണം. ഇനി ഒരു വട്ടം കൂടി എന്നെക്കൊണ്ട് ഇതൊന്നും നീ പറയിക്കരുത്. കാർക്കശ്യത്തോടെയുള്ള അവന്റെ വാക്കുകൾക്ക് തലയാട്ടിപ്പോയി മുന്നിലുള്ളവൻ. ആരുടെ മുന്നിൽ പെടരുതെന്ന് ആലോചിച്ചു അയാളുടെ മുന്നിൽ തന്നെ കൃത്യമായി പിടിക്കപ്പെട്ടതിന്റെ സകല പരിഭ്രമവും മറച്ചുകൊണ്ട് തേജസ് ഒന്ന് ചിരിച്ചു. അമ്മ കിടന്നില്ലേ? നിന്നെപ്പോലുള്ള നല്ല മക്കളുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ആഹാരവും ഉറക്കവുമൊക്കെ ഒരു വഴിക്കാണ്. അവന് വഴിമാറിക്കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു. അവര് പറയുന്ന കേട്ടിട്ടും മറുപടിയൊന്നും പറയാതെ തേജസ് അമ്മയെ ഒഴിഞ്ഞ് അകത്തേക്ക് നടന്നു. അത് കണ്ടതും ദേവകി അമ്മയ്ക്ക് ദേഷ്യം വന്നു. നിൽക്കടാ അവിടെ. ഉച്ചയ്ക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ നീ ഈ നേരം വരെ ഇത് എവിടായിരുന്നു? ഫോൺ വിളിച്ചപ്പോ ഒക്കെ സ്വിച്ച് ഓഫും. രാവിലെ ഞാൻ പറഞ്ഞുവല്ലേ വിട്ടത് പിറന്നാളിന്റെ കാര്യം. എന്നിട്ടും അവന് വഴിതടഞ്ഞ് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് അമ്മ ഒച്ചയെടുത്തു. എന്റെ അമ്മ ഒരു പിറന്നാളല്ലേ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അവൻ മുഷിവോടെ അമ്മയോട് കയർത്തു. അതേടാ, പിറന്നാൾ തന്നെയാണ്. നിനക്കത് വലിയ കാര്യവുമില്ലെന്നും അറിയാം. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. പാവം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു നിന്നോടൊത്തിരുന്ന് ഒരു നേരം ആഹാരം കഴിക്കാൻ. പറയുമ്പോൾ അവരുടെ ശബ്ദം അത്രയും താഴ്ന്നുപോയി. ഇതുപോലെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉള്ള എനിക്കും ഉണ്ടായിരുന്നല്ലോ. അതൊന്നും സാധിച്ചു തരാത്ത ഒരുത്തിയുടെ ആഗ്രഹത്തിന് ഇപ്പോൾ എനിക്കും വലിയ വിലയൊന്നുമില്ല. പുച്ഛത്തോടെ അത് പറഞ്ഞു നോക്കുന്നത് ലക്ഷ്മിയുടെ മുഖത്തേക്കാണ്. എല്ലാം അവൾ കേട്ടെന്ന് ആ മുഖം വ്യക്തമാക്കി. പക്ഷെ ഇപ്പോൾ പഴയ പോലെ അവളുടെ മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങളൊന്നും അവനിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാറില്ല. ഉള്ളിലെ സങ്കടം നീർച്ചോലകളായി പരിണമിക്കും മുന്നേ സന്തോഷത്തിന്റെ മേലങ്കി തന്നിലേക്ക് അണിഞ്ഞവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. തേച്ചേട്ടൻ കൈ കഴുകിയിരുന്നോളൂ, ഞാനിപ്പോൾ ആഹാരം എടുക്കാം. പക്ഷെ മറുപടി ഒന്നും പറയാതെ തന്നെ അവൾക്ക് നൽകാതെ അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. മോളെ, എനിക്ക് സങ്കടമൊന്നും ഇല്ലമ്മേ. ടേബിളിൽ ഇരുന്നതൊക്കെ അകത്തേക്ക് കൊണ്ടുപോകും വഴി അവൾ പറഞ്ഞു. മോളൊന്നും കഴിച്ചില്ലല്ലോടാ. വേണ്ടമ്മേ, വിശപ്പില്ല. മോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. മറുപടി ഉണ്ടാകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പിന്നെയും ചോദിച്ചു. അതിനും മൗനം തന്നെയായിരുന്നു മറുപടി. ലക്ഷ്മി മുറിയിലെത്തും മുന്നേ തേജസ് കിടന്നിരുന്നു. ഇതിപ്പോൾ ശീലമാണ്. അവൾ ചെന്ന് കട്ടിലിന്റെ മറ്റേ സൈഡിൽ കിടക്കാൻ തുടങ്ങിയപ്പോഴേക്കും തേജസ് എഴുന്നേറ്റിരുന്നു. വക്കീൽ പറഞ്ഞു മ്യൂച്വൽ ഡൈവോഴ്സ് ആയതുകൊണ്ട് അധികമൊന്നും നീണ്ടുപോകില്ല എന്ന്. കൂടിയാൽ 1 വർഷം. 6 മാസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും. പിന്നെ കോടതിക്കാര്യമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നീ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അമ്മയെ കൊണ്ട് നിന്നെ എത്രത്തോളം വെറുപ്പിക്കാമോ അത്രത്തോളം വെറുപ്പിച്ചോണം. അങ്ങനെയാവുമ്പോ അമ്മയ്ക്ക് സെലിനെ സ്വീകരിക്കാൻ എളുപ്പമായിരിക്കും. പതിയെ പതിയെ ആണെങ്കിലും അമ്മ അവളെ സ്വീകരിച്ചോളും. പിന്നെ എന്റെ കുഞ്ഞുകൂടി വന്നാൽ പിന്നെ എല്ലാം കൊണ്ടും സന്തോഷമായി മാത്രമായിരിക്കും ഈ വീട്ടിൽ. അവൻ വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു നിർത്തുന്നതും കാണുന്നത് കണ്ണുനീരൊഴുക്കുന്ന ഒരുവളെയാണ്. ഇങ്ങനെ എന്നെ നോക്കി നീ കണ്ണുനീർ നാടകം ആടണ്ട. മച്ചിയായി നിന്നെ ഒന്നുമല്ലേലും ഇത്രയും കാലം ഞാൻ നോക്കിയതല്ലേ, അതിന്റെ കൂലിയായി കണ്ടാൽ മതി. അതും പറഞ്ഞ് സൈഡ് ടേബിളിലെ ലാമ്പ് ഓഫാക്കി അയാൾ തിരിഞ്ഞു നടന്നു. സിയുടെ തണുപ്പിലും അവൾക്ക് വല്ലാത്ത ഉഷ്ണം തോന്നി. ഏതോ മരുഭൂമിയിൽ ചുറ്റും പറക്കുന്ന കാറ്റിലെ പൊടിപടലങ്ങളിൽ ദിശ അറിയാതെ നട്ടം തിരിയും പോലെ അവൾ പുറത്തെ തണുപ്പിലും ഉള്ളിലെ കത്തുന്ന വേനലിലും പിടഞ്ഞു തുടങ്ങി. മച്ചി. ഹും. അറിയാതെയാണെങ്കിലും ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛത്തിൽ അവൾ സന്തോഷിച്ചു. ആദ്യമായി ഈ വാക്ക് കേൾക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ തേജിന്റെ തന്നെ ഒരമ്മായിയുടെ നാവിൽ നിന്നാണ്. പിന്നെ 1 9 90 900 പിന്നെ പിന്നെ താൻ എണ്ണുന്നത് തന്നെ നിർത്തി. വർഷങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. ആദ്യമൊക്കെ തന്നെ മറ്റുള്ളവരിൽ നിന്നും പൊതിഞ്ഞു പിടിച്ച കൈകൾ തന്നെ ആൾക്കാർക്ക് മുന്നിലേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സങ്കടം നിർവികാരതയിലേക്ക് വഴിമാറുകയായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ജീവിതം മൊത്തത്തിൽ കൈവിട്ടു പോകും എന്ന് തോന്നിയപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനായി താനാണ് ആവശ്യപ്പെട്ടത്. നിനക്ക് അമ്മയാവാൻ കഴിവില്ലാത്തതിന് വല്ലവന്റെയും ചോരയിലുണ്ടാവുന്ന ഒരു കുഞ്ഞിന്റെ തന്തയാവാൻ തന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ തേജസ് തന്റെ ആ ആവശ്യം അവസാനിപ്പിച്ചു. എത്രയൊക്കെ തന്നെ മച്ചിയായി ആൾക്കാർ കാണുമ്പോഴും അറിയാതെ ചില കണ്ണുകളെങ്കിലും തന്നിലേക്ക് നീളുന്നത് കാണാൻ തുടങ്ങിയപ്പോൾ അവന് താൻ മറ്റുള്ളവരുടെ മുന്നിൽ കഴിവുകെട്ടനായി എന്നൊരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിൽ ഉടലെടുത്തു.
അതിൽ നിന്നും ഉണ്ടായ ബന്ധമാണ് സെലിൻ. ലക്ഷ്മി പക്ഷേ അതറിയാൻ ഒരുപാട് വൈകി. അറിഞ്ഞപ്പോൾ പലതരത്തിൽ അവനെ അതിൽ നിന്നും പിന്നിലേക്ക് കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചതാണ്. പക്ഷെ അതൊക്കെ ലക്ഷ്മിയോട് കൂടുതൽ ദേഷ്യത്തിനും അവളെ എങ്ങനെ ഒഴിഞ്ഞു പോകണം എന്നുള്ള വാശിയിലേക്കുമാണ് തേജസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അങ്ങനെ ആ വീട്ടിൽ ഇപ്പോൾ വഴക്ക് സ്ഥിരമായി. പോകെ പോകെ ലക്ഷ്മിയെ കാണുന്നത് പോലും തേജസിന് അറപ്പായി തുടങ്ങി. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് തങ്ങൾ പഴയതുപോലെ സ്നേഹത്തോടെയാകും എന്നുള്ള വിശ്വാസം ലക്ഷ്മിയിൽ നിന്ന് അകന്നില്ല. ആ വിശ്വാസത്തിന് ഏറ്റവും വലിയ അടിയായിരുന്നു 2 ദിവസം മുന്നേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തേജസിൽ നിന്നറിഞ്ഞ കാര്യം. അയാൾ അച്ഛനാകാൻ പോകുന്നു എന്ന്. അതും സെലിലിലൂടെ. കേട്ടതും ഭൂമി രണ്ടായി പിളരുന്ന പോലെയാണ് ലക്ഷ്മിക്ക് തോന്നിയത്. അവനോട് എന്തെങ്കിലും ചോദിക്കാനും പറയാനും പറ്റുന്നതിന് മുന്നേ തന്നെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. പിന്നെയുള്ള ഈ 2 ദിവസവും അവനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ലക്ഷ്മി. പക്ഷേ അവളുടെ ഒരു വാക്കുപോലും കേൾക്കാൻ പറ്റാത്ത വിധം അപ്പോഴേക്കും തേജസ് ലക്ഷ്മിയിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആകെ തളർന്ന് മരണം പോലും ആഗ്രഹിച്ചു നിൽക്കുന്ന നേരത്താണ് അമ്മ ഒരുപാട് സന്തോഷത്തോടെ തന്റെ പിറന്നാൾ കൂടുന്ന കാര്യം പറയുന്നത്. തന്നെ ഒരു മകളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയുടെ സന്തോഷത്തെ കളയാൻ വയ്യാത്തതുകൊണ്ട് മാത്രം എല്ലാത്തിനും ഒപ്പം നിന്നു. പക്ഷെ അപ്പോഴും തേജസിനോട് സംസാരിക്കാൻ ഒരവസരമായിരുന്നു ലക്ഷ്മി തിരഞ്ഞു നടന്നതത്രയും. പക്ഷെ ആ സമയത്തൊക്കെ തേജസ് മറ്റൊരു ലോകത്തിലായിരുന്നു. അത്രയും ആഗ്രഹിച്ച കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. താനൊരു അച്ഛനാകാൻ പോകുന്നു. തനിക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും ലക്ഷ്മി തേജസിന് ഒരു അധികപ്പറ്റായി മാറിക്കഴിഞ്ഞു. പിന്നീട് അവന്റെ കണ്ണിൽ സെലിൻ അവളായി അവന്റെ ഭാര്യ. അത് ചെന്ന് അവസാനിച്ചതോ നിയമത്തിന്റെ കടലാസുകളിലും. പിറ്റേ ദിവസം അമ്മയുടെ ചെക്കപ്പിനായി കൂടെ പോയ തേജസ് ഏതോ ഫയൽ മറന്നു വെച്ചത് എടുക്കാൻ വേണ്ടി വണ്ടി വീട്ടിലേക്കിട്ട് തിരിച്ചു വന്നതാണ്. പക്ഷെ വീടിനകത്തു നിന്നും കേട്ട സംഭാഷണം അവന്റെ കാലിനെ ചെങ്ങല പോലെ ബന്ധിച്ചു. മിടുക്കി, നീയാണടി ഉത്തമയായ ഭാര്യ. ഭർത്താവ് പറഞ്ഞത് കേട്ട് ഡൈവോഴ്സ് ഒപ്പിട്ടിട്ട് വന്നു നിന്ന് മോകുന്നു. നിന്നെ ഉണ്ടല്ലോ. ശബ്ദത്തിൽ നിന്ന് തന്നെ അത് തന്റെ പെങ്ങളാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അത് ചേച്ചി? എന്ത് ചേച്ചി? അല്ലേലും തന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും അവള് മതി. അയാളിൽ അരിശം കുമഞ്ഞു കുങ്ങി. ആ ദേഷ്യത്തോടെയാണ് അവൻ വാതിൽ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറിയത്. എന്റെ അമ്മയും പെങ്ങളെയും എന്ത് കാണിച്ചാണ്ടി നീ ഇങ്ങനെ കൈവെള്ളയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്? അയാളുടെ ഒച്ച കേട്ട് രേഖ തിരിഞ്ഞു നോക്കി. ആഹാ, എത്തിയോ എന്റെ സർവഗുണസമ്പന്നനായ ആങ്ങള? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നാളമില്ലടാ നിനക്ക്. എടി, അവളെ ഭരിക്കുന്ന പോലെ എന്റെ നേരെ എങ്ങാണ് നീ വന്നാലുണ്ടല്ലോ, നിന്നെക്കാളും തണ്ടും തടിയുള്ള ഒരു ഭർത്താവ് എനിക്കുണ്ട്. തന്റെ നേരെ കയ്യോങ്ങി വരുന്ന തേജസിനെ അവൾ ചൂണ്ടുവിരലിൽ നിർത്തി. ആങ്ങളെയും പെങ്ങളെയും തെറ്റിച്ചപ്പോൾ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേടി? വെറുതെ അല്ലടി നീ ഒരു മച്ചിയായി പോയത്. അവനത് പറഞ്ഞു തിരിക്കും രേഖയുടെ കൈവിരലുകൾ അവന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ആരാണടാ മച്ചി? ഇവളോ? ഇവളാണോ നിനക്ക് മച്ചി? എന്നാ നീ എല്ലാം കൊണ്ടും പൂർണ്ണൻ അല്ലേടാ? കഷ്ടം. ചേച്ചി, മിണ്ടിപ്പോകരുത്. ആദ്യമേ ഞാനും അമ്മയും നിന്നോട് പറഞ്ഞതല്ലേ ഇവനോട് സത്യമെല്ലാം പറയാൻ. അപ്പൊ നീ വലിയ സാവിത്രിയായി. അതുകൊണ്ടെന്താ? ഇതെല്ലാം നീ കേൾക്കണം. ഇതെല്ലാം കേൾക്കാൻ നീ ബാധ്യസ്ഥയാണടി. രേഖ ലക്ഷ്മിയെ നോക്കി ദേഷ്യത്തിൽ ഉറഞ്ഞുതുള്ളി. സത്യമോ? എന്ത് സത്യം? തേജസ് രണ്ടുപേരെയും മാറി മാറി നോക്കി. അറിയണോ നിനക്ക്? പിന്നങ്ങോട്ട് രേഖ പറയുന്ന കാര്യങ്ങൾ പലതും തേജസിനെ അടിമുടി തകർത്തു. രേഖയിൽ നിന്നും കേട്ട കാര്യങ്ങൾ അവന്റെ സമനില പോലും തെറ്റിച്ചു എന്ന് പറയാം. അതിലെ സത്യമറിയാൻ അവൻ അവിടുന്ന് നേരെ പോയത് കുറച്ചുനാൾ താൻ ചികിത്സയിലായിരുന്ന ഡോക്ടറുടെ അടുക്കലേക്കായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻപിൽ ഏറെ നേരം മുഖം പൊത്തി കരഞ്ഞ തേജസിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ലക്ഷ്മിയുടെ മുഖമായിരുന്നു. അതിന് അകമ്പടി എന്ന പോലെ പുറകെ എത്തിയ മുഖം അവനെ ദേഷ്യത്തിന്റെ ആയക്കയത്തിലേക്ക് തള്ളിയിട്ടു. താൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാണെന്നുള്ള മിഥ്യാധാരണയുടെ ചില്ലുകൊട്ടാരത്തിലാണ് ഇത്രയും നാൾ താൻ ജീവിച്ചിരുന്നത് എന്നുള്ള സത്യത്തെ അംഗീകരിക്കാൻ എന്തോ തേജസ്സിന് പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത്രയും അഹങ്കാരത്തിൽ ജീവിതത്തെ തള്ളി നീക്കിയിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന സത്യങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അയാൾക്കത് മരണത്തെക്കാൾ ഭീകരമായി തോന്നും എന്നറിയാവുന്നത് കൊണ്ടാണ്
ലക്ഷ്മി ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചിരുന്നു എന്നുള്ള അറിവ് അവനെ വീണ്ടും വീണ്ടും കുറ്റബോധത്തിന്റെ ആഴത്തിലേക്ക് തള്ളിയിടുന്ന പോലെയായിരുന്നു. അവിടെ നിന്നിറങ്ങി അവൻ നേരെ പോയത് സെലിന്റെ വീട്ടിലേക്കായിരുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അവൻ കാർ റോഡിലിട്ട് നടന്നാണെന്ന് വീട്ടിലേക്ക് കയറി ചെന്നത്. അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഇത്രയും കാലം ആങ്ങളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയവന്റെ മാറിൽ കിടന്നുകൊണ്ട് തന്നെ പറ്റിച്ചതിന്റെ കണക്ക് പറഞ്ഞു ചിരിക്കുന്ന സെലിനെയാണ്. ഒരു വാക്കുപോലും മിണ്ടാതെ അവൻ തിരിഞ്ഞു നടന്നു. ചുറ്റിലും വന്നു പടർന്ന അന്ധകാരത്തിന്റെ ഒപ്പം അവൻ ഒരു നട്ടം വെട്ടം തിരഞ്ഞു. വേച്ചു പോകുന്ന കാലുകളെ വീഴാതെ പിടിച്ചു നിർത്തി തിരിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോഴെല്ലാം ലക്ഷ്മിയുടെ മുഖം മാത്രമായിരുന്നു അവന് മുന്നിൽ. അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് ഓടിയെത്തിയ ലോറിയെ അവൻ കണ്ടില്ല. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവനെ ആരൊക്കെയോ താങ്ങിയെടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ കാൽപാദങ്ങളിൽ അശ്രുപൂജ നടത്തുകയായിരുന്നു. ചെയ്ത ഓരോ തെറ്റിനും മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു. തന്റെ മുന്നിൽ തെളിയുന്ന ലക്ഷ്മിയുടെ മിഴുവുറ്റ മുഖത്തേക്ക് നോക്കുന്തോറും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി തിരിച്ചെത്തി. മരണമെന്ന മാന്ത്രികൻ നമ്മെ കൂട്ടാനായി എത്തുമ്പോൾ അവൻ കാട്ടുന്ന ആദ്യത്തെ ഇന്ദ്രജാലം ഒരുപക്ഷെ നമുക്ക് മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ മുഖം ഒരു നിമിഷത്തേക്കെങ്കിലും കൺമുന്നിൽ എത്തിക്കുകയായിരിക്കും. അതാകും മരണം പൂർണ്ണമായും മുന്നിലെത്തി എന്ന് തോന്നിയ നിമിഷം മഹാലക്ഷ്മിയുടെ മുഖം മാത്രം അവൻ ഓർമ്മ വന്നത്. ഒരുപക്ഷെ അതാകും അവൻ കണ്ട ഏറ്റവും മനോഹരമായ അവസാനത്തെ ദൃശ്യവും. തേജസ്, തേജസ്! ഏതോ ഗുഹയ്ക്കുള്ളിൽ നിന്നും വരുന്ന ശബ്ദം പോലെ തോന്നിയവന്. തല വെട്ടിപ്പൊളക്കുന്നു. അവൻ തന്റെ കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിച്ചു. അപ്പോ താൻ മരിച്ചില്ലേ? അവൻ പഴയതൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആദ്യം കണ്ടെത്തിയത് മുകളിൽ കറങ്ങുന്ന ഫാനിലാണ്. പോളകൾ ചിമ്മി അടയുന്നു. എങ്കിലും നോട്ടം ചുറ്റിലുമെത്തി. അമ്മ, പെങ്ങൾ, അങ്ങനെ ആരൊക്കെയോ. എന്നാൽ കാണാൻ അത്രയും ആഗ്രഹിച്ച മുഖം അവിടെ ഇല്ലെന്ന് കണ്ടതും അവൻ തന്റെ കണ്ണുകളെ ഇറുക്കിയടച്ചു. തന്റെ ലക്ഷ്മി, അവള് വന്നില്ലായിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്ത് ബന്ധത്തിന്റെ പേരിൽ വരും? ആകെ ഉണ്ടായിരുന്ന താലി പോലും താൻ പൊട്ടിച്ചെടുത്തല്ലേ അന്ന്. ഓരോന്ന് ഓർക്കുന്തോറും ആ കൺകോണിലൂടെ ഒഴുകിയിറങ്ങിയത് കണ്ണുനീരായിരുന്നില്ല, മറിച്ച് അവന്റെ ഹൃദയരക്തം തന്നെയായിരുന്നു. ആക്സിഡന്റ് കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് തനിക്ക് ബോധം വരുന്നതെന്ന് ഡോക്ടറിന്റെയും അമ്മയുടെയും ഒക്കെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ലക്ഷ്മിയെ പറ്റി ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ചോദിക്കാനുള്ള അർഹത ഇല്ലാത്തത് കൊണ്ട് അവനും ഉള്ളിൽ തേങ്ങി. ഉള്ളിലൂടെ ഒഴുകിയിറങ്ങിയ മരുന്നിന്റെ വേലിയേറ്റം ബോധത്തെ മറക്കാൻ തുടങ്ങിയപ്പോൾ പതിയെ കണ്ണടഞ്ഞു തുടങ്ങി. ഇടയിൽ എപ്പോഴോ കൺപീലികൾ തമ്മിൽ പിണങ്ങിയെന്ന് തോന്നുന്നു. അറിയാതെ ഇമകൾ ഒന്ന് ചിമ്മി. അപ്പോൾ കണ്ടു ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുന്ന തന്റെ ലക്ഷ്മിയെ. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള ആശങ്കയിൽ കണ്ണുകൾ വീണ്ടും വീണ്ടും വലിച്ചു തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ കൂടി പരാജയത്തിന്റെ രുചി അറിഞ്ഞവൻ മയക്കത്തിലേക്ക് ആഴ്ന്നു വീണു. പക്ഷെ അപ്പോഴും നെറുകയിൽ വീണ തണുപ്പവന്റെ മനസ്സ് തൊട്ടറിയുന്നുണ്ടായിരുന്നു. മയക്കം വിട്ടുണർന്നപ്പോൾ ആദ്യം കണ്ടത് അവളെയാണ്. ആളറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയിരിക്കുന്നു. കണ്ണിലെ തിളക്കമൊഴിച്ചാൽ എല്ലും തോലുമായ ഒരു രൂപം. ഈ പോയ 2 മാസം തന്നെക്കാളും കൂടുതൽ അവളാണതെല്ലാം അനുഭവിച്ചെന്നറിയുന്ന രൂപം തന്നോട് വിളിച്ചു പറയുന്നുണ്ടായെന്ന് തോന്നി അവന്. തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നവനെ അവളും സ്നേഹത്തോടെ നോക്കി നിന്നു. പതിയെ നെറ്റിയിലൂടെ കൈവിരലുകൾ ഓടി. വേദനയുണ്ടോ ഏട്ടാ? ഇല്ലെന്ന് തലയാട്ടുമ്പോൾ ആ കണ്ണുകളിൽ കണ്ട സന്തോഷം അവന്റെ ഉള്ളു പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് 4 മാസം അവൾ അവനെ തന്റെ കുഞ്ഞിനെ പോലെ തന്നെ നോക്കി. വാരിക്കൊടുത്തും താരാട്ടുപാടിയും ഇടയ്ക്കിടെ കുഞ്ഞു കുഞ്ഞു വഴക്കുമൊക്കെയായവൾ അവനിൽ തന്റെ വാത്സല്യം ചൊരിഞ്ഞു. ഇതിനിടയിൽ ഇടയ്ക്കിടെ പാളി വീഴുന്ന ചില നോട്ടങ്ങളിൽ, അവൻ അറിയാതെ ഒളിപ്പിക്കുന്ന പുഞ്ചിരിയിൽ, നെഞ്ചിലേക്ക് നേർത്ത് കിടത്തി ഉറക്കുമ്പോൾ അറിയാതെ ഉയരുന്ന ഹൃദയമിടിപ്പിൽ ഒക്കെയായി ഓരോ നിമിഷവും അവളുടെ പ്രണയം മൗനമായി തന്നെ അവനിലേക്ക് ഒഴുകി. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ചെയ്തു പോയ തെറ്റിന്റെ വലിപ്പം കാരണം തേജസിന്റെ മനസ്സ് അവനെ അവളിലേക്ക് എത്തുന്നതിൽ നിന്നും എപ്പോഴും വിലക്കി. 4 മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് അവന്റെ കയ്യിലെ പ്ലാസ്റ്റർ എടുക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ സഹായമില്ലെങ്കിലും അവൻ അത്യാവശ്യം നടക്കാമെന്നായി. അങ്ങനെ ലക്ഷ്മിയുടെ സഹായമില്ലേലും സ്വന്തം കാര്യം നോക്കി നടക്കാം എന്നൊരവസ്ഥയായി തേജസിന്. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അവൻ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ ശ്രമിക്കുന്നത് ലക്ഷ്മി വേദനയോടെയാണ് നോക്കി നിന്നത്. ഇത്രയും ദിവസം അധികമൊന്നും അവളോട് മിണ്ടിയിരുന്നില്ലെങ്കിലും
നിഴൽ പോലെ അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും അവൾ ആസ്വദിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ചെന്നാലും അവനൊരു നോട്ടം കൊണ്ട് അവളെ തടഞ്ഞു വെച്ചു. സഹിക്കാൻ വയ്യാന്ന് തോന്നിയ നിമിഷങ്ങളിൽ അമ്മയുടെ മടിയിലേക്ക് അവൾ തന്റെ ദുഃഖം പെയ്തിറക്കി. ഏകദേശം ഒരാഴ്ച ഈ അവസ്ഥ തന്നെ ആയപ്പോൾ അമ്മ അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. തേജ്, തേജു, ലക്ഷ്മിയെപ്പറ്റി സംസാരിക്കാനാവും അമ്മ ഈ വിളിക്കുന്നതെല്ലാം അല്ലേ? അല്ലാതെ എനിക്കൊന്നും പറയാനില്ലെന്ന് നിനക്കറിയാമല്ലോ മോനെ. അറിയാം അമ്മേ. ഇനിയും അതിനെ ഇങ്ങനെ സങ്കടപ്പെടുത്താനാണോ മോനെ? അതൊരു പാവം കുട്ടിയാ. നീ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ഇപ്പോഴും അവളുടെ ലോകം നീ മാത്രമാ. അതാണ് അതാണ് അമ്മേ എന്നെ ഇങ്ങനെ ഓരോ നിമിഷവും പൊള്ളിക്കുന്നത്. അവൾ എന്നോടൊന്ന് പിണങ്ങിയിരുന്നെങ്കിൽ, അല്ലേലൊന്ന് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ എന്റെ ഈ കുറ്റബോധം കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞേനെ. പക്ഷെ ഇവിടെയെങ്കിൽ ആ പെണ്ണിനെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് കൊല്ലുക അമ്മേ. എന്നെപ്പോലൊരു ദുഷ്ടനെ എങ്ങനെ അമ്മേ ഒരാൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നേ? ഞാൻ ദ്രോഹമല്ലാതെ വേറൊന്നും അവളോട്. ഒരു കുഞ്ഞിനോടെന്ന പോലെ അവൻ ആ മടിയിലേക്ക് ചാഞ്ഞു വിതുമ്പി. ഈ ലോകത്ത് സ്ത്രീകൾക്ക് മാത്രം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തൊരു കഴിവുണ്ട്. എന്താണെന്നറിയോ മോന്? അവൻ തല ഉയർത്തി അവരെ നോക്കി. തന്നെ വേദനിപ്പിച്ചവനെയും തന്നിൽ ദ്രോഹം ചെയ്തവനെയും പിന്നെയും രാമനായി കണ്ട് പ്രണയിക്കാൻ അവൾക്ക് സാധിക്കും. അവൾക്ക് ഇപ്പോഴും നിന്നോട് പരാതിയൊന്നുമില്ല മോനെ. മറിച്ച് നിന്നോടൊപ്പം ഒരു ജീവിതമാണ് അവൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇനിയും എന്റെ മോനത് അവൾക്ക് അറിഞ്ഞുകൊണ്ട് നിഷേധിക്കല്ലേ. അങ്ങനെ നീ ചെയ്താൽ അതാകും നീ ഇന്ന് വരെ അവളോട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ദ്രോഹം. പിന്നെയും ആ രാത്രിയെ പകലാക്കി അമ്മ മകനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴോ ഉറക്കം അവനെ തേടിയെത്തുമ്പോൾ നാളെപ്പറ്റി ഉറച്ചൊരു തീരുമാനം അവൻ എടുത്തു കഴിഞ്ഞിരുന്നു. അവൻ ഇഷ്ടമില്ലെന്ന് കരുതി ലക്ഷ്മി ഇപ്പോൾ അവൻ വീട്ടിലുണ്ടെങ്കിൽ കഴിവതും മുന്നിലേക്ക് പോലും പോകാറില്ല. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ലക്ഷ്മി തേജിനൊപ്പം ക്ഷേത്രത്തിലേക്ക് തിരിച്ചത്. ക്ഷേത്രത്തിൽ എത്തും വരെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അമ്മ പറഞ്ഞുകൊടുത്ത പൂജയും വഴിപാടുമൊക്കെ എഴുതി തിരുമേനിയെ ഏൽപ്പിക്കുമ്പോൾ കണ്ടു നടയിൽ കണ്ണീരോടെ നിൽക്കുന്ന തന്റെ ലക്ഷ്മിയെ. ചേർത്ത് പിടിക്കാൻ തുടങ്ങും മുന്നേ അവളുടെ നോട്ടം തന്നിലേക്കും എത്തിയിരുന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അവൻ ആ നടയിൽ വെച്ച് അവളുടെ കാലിലേക്ക് വീണു. ചുറ്റും നിന്നവരൊക്കെ അമ്പരപ്പോടെ പരസ്പരം നോക്കി. ലക്ഷ്മിക്ക് ഒരു നിമിഷം എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. ആൾക്കാരുടെ നോട്ടവും അടക്കം പറച്ചിലുമാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവള് ചുറ്റുപാടും ഒന്ന് നോക്കി പെട്ടെന്ന് അവനെ പിടിച്ചുയർത്താൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ അവൻ എഴുന്നേൽക്കാതെ കൈ അവൾക്ക് മുന്നിൽ കൂപ്പി നിന്നു. ചെയ്തു പോയ തെറ്റിനൊക്കെ എന്നോട് ക്ഷമിക്കുമോ ലക്ഷ്മി? മറുപടി ഒന്നും പറയാതെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഒരിക്കൽ അഹങ്കാരം കൊണ്ട് വലിച്ചു പൊട്ടിച്ച താലി ഇന്നവൻ ഭഗവാനെ സാക്ഷിയാക്കി സ്നേഹം കൊണ്ട് കൂട്ടിക്കെട്ടി. തിരിച്ചു പോരും വഴി ലക്ഷ്മി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എന്നോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്നേഹം 10 മടങ്ങായി തന്നിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും അവരെ കാത്തുന്ന പോലെ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓടിപ്പോയി അമ്മയോട് ചേരുമ്പോൾ അവരുടെ കണ്ണുകൾ ഉടക്കിയത് നെറുകയിലെ ചുവപ്പിലും കഴുത്തിൽ കിടക്കുന്ന താലിയിലുമായിരുന്നു. സന്തോഷത്തോടെ സദ്യ കഴിക്കുമ്പോഴും അവളുടെ ഒരു കൈ വിടാതെ അവൻ പിടിച്ചു. കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകളുമായി അവളുടെ പുറകെ നടക്കുന്ന അനിയനെ രേഖ ആവുന്ന പോലെയൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചും കൊണ്ട് മറുപടി കൊടുക്കുമ്പോഴൊക്കെ കണ്ടു കണ്ണു നിറഞ്ഞ് തന്നെ നോക്കി നിൽക്കുന്ന തന്റെ പെങ്ങളെ. കരയാതിരി ചേച്ചി, നീ എന്റെ ആംഗ്രി ബേബി അല്ലേ? അതും പറഞ്ഞവൻ അവളുടെ തലയിലൊന്ന് കൊട്ടി. പോടാ മരപ്പെട്ടി. ഇടി ചേച്ചി, നിക്കടി അവിടെ. നിന്നോടാ നിക്കാൻ പറഞ്ഞേ. നീ എന്താടി എന്നെ വിളിച്ചത്? മരപ്പട്ടിന്നോ? അത് നിന്റെ കെട്ടിയൻ ആ കണ്ണാടി ഹരി നന്ദനാടി. അന്ന് ആദ്യമായി ആങ്ങളയുടെയും പെങ്ങളുടെയും വഴക്കുകളിൽ ആ അമ്മ മനസ്സ് തുറന്നു സന്തോഷിച്ചു. ഒപ്പം ലക്ഷ്മിയുടെയും. എടി ഭാര്യ, എന്തിനാ നിനക്കിത്ര ജാടാ? അടുക്കളയിൽ നിൽക്കുന്ന ലക്ഷ്മിയെ തന്നോട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. ദൈവമേ, ആരെങ്കിലും കാണും, വിടേട്ടാ. ആരും കാണുന്നുണ്ടെങ്കിൽ ഏട്ടന്റെ പൊന്നുമോള് വേഗം മുറിയിലോട്ട് വന്നേ, കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാതെ വേഗം വാടി പൊണ്ടാട്ടി, അവളുടെ കവിളിൽ തട്ടിയവൻ പറഞ്ഞു. അമ്മയും ചേച്ചിയും ഉച്ചമയക്കത്തിന് പോയപ്പോൾ ലക്ഷ്മി മുറിയിലേക്ക് ചെന്നു. നോക്കിയപ്പോൾ ഹെഡ് റെസ്റ്റിൽ തല വെച്ച് കണ്ണുമടച്ച് തേജിരിക്കുന്നു. എന്തേ ഏട്ടാ, വയ്യേ? അവന്റെ നെറ്റിയിൽ വെപ്രാളത്തോടെ കൈ ചേർത്തവൾ ചോദിച്ചു. ഒന്നുമില്ലടോ, താൻ ഇങ്ങനെ പേടിക്കല്ലേ, എനിക്കൊന്നുമില്ല. താൻ ഇവിടെ എന്നോടൊപ്പം ഒന്ന് വന്നിരുന്നേ. അവൻ അവളെ പിടിച്ച് അടുത്തിരുത്തി ആ മടിയിൽ കിടന്നു.
തനിക്കെന്നോട് അല്പം പോലും ദേഷ്യം തോന്നുന്നില്ലേ ലക്ഷ്മി? ഇല്ലേട്ടാ. കാരണം വേറൊന്നുമല്ല. ഏട്ടന്റെ മാറ്റത്തിൽ എവിടെയൊക്കെ ഞാനും തെറ്റുകാരിയായിരുന്നു. ഒരുപക്ഷെ ഞാനെല്ലാം അന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. ആദ്യം മറച്ചു പിടിച്ചത് ഏട്ടന് സങ്കടം ആകാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നീട് ഏട്ടന് എന്നോടുള്ള ഇഷ്ടം പോയി പുതിയൊരു ഇഷ്ടത്തിലേക്ക് പോയി എന്ന് കണ്ടതിന്റെ ഞെട്ടലിലായിരുന്നു. അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി. ക്ഷമിക്കടോ എന്നോട്. കുറെ നേരം അവര് ഒന്നും മിണ്ടാതെയിരുന്നു. അവസാനം അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ പിടിച്ച് നെഞ്ചിലേക്കിട്ടു. അതെ, നീ ഞാൻ വിചാരിച്ചത്ര പാവമൊന്നുമില്ല. 2 ദിവസം മുന്നേ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്തായിരുന്നു? എന്റെ കയ്യിലെ പ്ലാസ്റ്റർ എടുക്കരുത്, മാറ്റരുത്, എനിക്ക് നടക്കാൻ പറ്റരുത്, ഇങ്ങനെയാണോടി നല്ല ഭാര്യമാരൊക്കെ? ആണോടി? അയ്യേ, നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ കരയുന്നേ? എടി നിന്നോടാ ചോദിച്ചേ. എടി പെണ്ണെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് കരച്ചിൽ നിർത്തുന്നുണ്ടോ? എടി നിന്നോടാ കരച്ചിൽ നിർത്താൻ പറഞ്ഞത്. അത് അത് ഞാൻ ഇഷ്ടം കൊണ്ടല്ലേ. കൈ വയ്യാതിരുന്നപ്പോ ഞാനല്ലേ വാരി തന്നുകൊണ്ടിരുന്നേ. നടക്കാൻ പാടില്ലഞ്ഞപ്പോ എന്നെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചല്ലേ കൊണ്ടു നടന്നേ. എന്നിട്ട് ഒക്കെ ശരിയായപ്പോ ഞാൻ വേണ്ട, എന്നെ മാറ്റി നിർത്തി. എന്നെ നോക്കിയ പോലുമില്ല. എല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്തില്ലേ. ഞാൻ എടുത്തു വെച്ച ആഹാരം കഴിക്കാതിരുന്നില്ലേ. ഷർട്ട് മാറ്റി വെച്ചില്ലേ. അതുകൊണ്ടല്ലേ. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ ഇഷ്ടമല്ലാത്തോണ്ടല്ലോ. ഇഷ്ടം നിറയെ കൂടിയോണ്ടല്ലേ. ഏങ്ങലടിച്ച് ഓരോന്നും എണ്ണി പറയുന്നവളെ അവൻ കണ്ണുനീരോടെ ചൂണ്ടുകൾ കൊണ്ട് ബന്ധിച്ചു. അത്രയും കാലം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം അന്നു മുതൽ മഴയെന്ന പോലെ അവളെ തേടിയെത്തുകയായിരുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി തന്റെ പ്രണയം, തന്റെ ജീവൻ, ഇന്ന് തന്നോടൊപ്പം ഒരേ പുതപ്പിനുള്ളിൽ ഒരേ ഹൃദയതാളത്തിൽ. ലക്ഷ്മി അവന്റെ കൈക്കുള്ളിലേക്ക് ഒന്നോടി ചേർന്ന് കിടന്നു. ഉറക്കത്തിലായിട്ടും അവൻ അവളെ പിന്നെയും പൊതിഞ്ഞു പിടിച്ചു. പിന്നീടുള്ള ഓരോ ദിവസവും അവൻ തന്റെ സ്നേഹം കൊണ്ട് ലക്ഷ്മിയെ വീർപ്പ് മുട്ടിച്ചു. അവരുടെ സന്തോഷത്തിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം, മോനെ, നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ മറക്കുവോ അമ്മേ? അതില്ലെന്നറിയാം. അതെ, നാളെ എന്താ നീ അവൾക്ക് കൊടുക്കുന്നേ? അതൊക്കെയുണ്ട്. നാളെ ഞാൻ എന്റെ പെണ്ണിന് കൊടുക്കുന്ന ഗിഫ്റ്റ് അവളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആവും. അവന്റെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലായ പോലെ അവരും ചിരിച്ചു. ഇത്രയും കാലം മറന്ന എല്ലാ പിറന്നാളുകൾക്കും പരിഹാരമായി അവൻ ആ പിറന്നാളിന്റെ ഓരോ നിമിഷവും വല്ലാത്ത സ്പെഷ്യലാക്കി. അതിപ്പോൾ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തതാണെങ്കിലും മുറ്റത്തു നിന്നും ഈർത്ത മുല്ലമൊട്ടുകൾ അവൻ കെട്ടിയ മാലയിൽ അവൾക്ക് ചൂടിക്കൊടുത്തുകൊണ്ടാണെങ്കിലും ഒക്കെ. ഹാപ്പിയാണോടി ഭാര്യയെ? സാരിയുടെ ഞൊറി നേരെയാക്കുന്ന ലക്ഷ്മിയെ തന്നോട് ചേർത്ത് നിർത്തി തോളിൽ താടി മുട്ടിച്ചവൻ ചോദിച്ചു. നിറയെ നിറയെ ഹാപ്പി. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ മറുപടിയും പറഞ്ഞു. ഇതൊന്നും ഒന്നുമല്ല, ശരിക്കുള്ള ഗിഫ്റ്റ് ഇനിയാണ്. ഇനിയുമോ? എന്താ ഏട്ടാ? സർപ്രൈസ് ചെല്ലം. അത് പറഞ്ഞവൻ തിരിഞ്ഞു. പ്ലീസ് ഏട്ടാ, പറ. സർപ്രൈസ് ആടി പൊണ്ടാട്ടി. അവള് മുഖം വീർപ്പിച്ചു. ഇങ്ങനെ വീർപ്പിക്കണ്ട. പറയൂല മോളെ. ഒരു കാര്യം ചെയ്, നീ വേഗം ഒരുങ്ങി വാ. ആ പിന്നെ, ഇങ്ങി വന്നേ. എടി വാടി. പിണങ്ങി നിൽക്കുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു നടന്നു. ഇന്ന് ഞാൻ തരുന്ന ഗിഫ്റ്റ് നിനക്കിഷ്ടമായാൽ എനിക്കെന്താ മെച്ചം? അവൻ അവളുടെ ചുണ്ടിലൂടെ തഴുകി മെല്ലെ ചോദിച്ചു. ഇതാ മെച്ചം. പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ കടിച്ചവൾ അവിടെ നിന്നോടി. ഈ പെണ്ണ്. അന്നത്തെ അവരുടെ യാത്ര ചെന്നവസാനിച്ചത് സ്നേഹാലയത്തിലാണ്. ഏട്ടാ ഇവിടെ. അവൾ അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. വാടോ. അവൻ അവളെ തോളോട് ചേർത്ത് പിടിച്ചാണ് അകത്തേക്ക് നടങ്ങുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ അവരോടൊപ്പം ഒരു മാലാഖ കുഞ്ഞും ഉണ്ടായിരുന്നു. നീ ഹാപ്പിയല്ലേ ലക്ഷ്മി? എനിക്കിനി ഈ ജീവിതത്തിൽ വേറൊന്നും വേണ്ടേട്ടാ. മോളെയും ചേർത്തവൾ അവനോട് ചേർന്ന് നിന്നു. അവരെ രണ്ടുപേരെയും മാറോട് ചേർത്തവൻ ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദി പറഞ്ഞു. അവരുടെ ജീവിതം പൂർണ്ണയിലെത്തിക്കാനായി ദൈവം കരുതിയ നിധിയോടൊപ്പം അന്നവർ അവിടെ നിന്നും തിരിച്ചു. നന്ദി.